നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോവാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഇല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക, കുറച്ച് ദിവസം ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു മെച്ചം ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു എൻട്രി എക്സിറ്റ് അതേപോലെ കൺസോൾട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മെജോറിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നിഫ്റ്റി എന്നല്ല, F&O സെഗ്മെൻറ്റ്, MCX അതായത് കൊമോഡിറ്റി സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈ ഒരു ചാർട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ചാർട്ടല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ട്രേഡിങ്ങും അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അതായത് പല കോഴ്സിന് പോയി അല്ലെങ്കിൽ പലതരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലോസ് തന്നെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു എൻട്രി എക്സിറ്റ്. അതായത് ലോസ് മാക്സിമം ഹോൾഡ് ചെയ്യുക, ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങുക. എന്നാൽ ലോസ് ഹോൾഡ് ചെയ്യുന്ന പോലെ എന്തുകൊണ്ട് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലോസിലേക്ക് പോകുമ്പോൾ അത് ക്വിറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ട്രൈക്കോ അല്ലെങ്കിൽ ബൈ എടുത്തിട്ട് അതിന് ഓപ്പോസിറ്റ് സെല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള പലരുടെയും സംശയങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം ഈ ഒരു ചാർട്ട് നൽകുന്നതാണ്. വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഓൾറെഡി അപ്പർ സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ടെലഗ്രാമിൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ, അതിനകത്താണ് എൻ്റെ ഒരു 1.5 വർഷത്തെ എല്ലാ വ്യൂസും ഡാറ്റാസും മറ്റുള്ളവരുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ PNL ഒക്കെ അതിൽ അവൈലബിളാണ്. നിങ്ങളത് മൊത്തത്തിലൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരാഴ്ചത്തേക്കുള്ള മിഡ് ക്യാപ് നിഫ്റ്റിയുടെ വ്യൂസും കൂടെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സീരീസിൻ്റെ ഒരു പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അതിൽ കമൻറ്റ് ബോക്സ് ഓപ്പണാണ്. ഈ പറഞ്ഞ പോലെ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള കമൻറ്റുകൾ അതിൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പം നല്ലതാണെങ്കിലും മോശം കമൻറ്റുകളൊക്കെ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും കുറക്കുക, ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുക. അത് ഞാൻ ഒരിക്കലും ഒരു ഇപ്പോൾ മറ്റുള്ള ആൾക്കാരെ ഈ പറഞ്ഞ പോലെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റവും കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കണ്ട വഴികൾ, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനവിടെ ഒരു ആത്മകഥ എന്നൊക്കെ പറയില്ലേ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്നോ അതൊന്നും എനിക്കറിയത്തില്ല. അതിന് പ്രത്യേകം എനിക്കൊരു കണക്കൂട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വഴിയെ സഞ്ചരിക്കുന്നു. എന്ത് മനസ്സിൽ തോന്നുന്നു അതാണ് ഞാൻ ആ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഷഫിൾ ചെയ്തൊക്കെ വരും. ഒരു കൃത്യനിഷ്ഠയില്ലാത്ത വീഡിയോസാണത്. എൻ്റെ വീഡിയോസൊക്കെ മെജോറിറ്റി ആൾക്കാർക്ക് അറിയാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ട് പറയുന്ന കാര്യങ്ങളല്ല. മനസ്സിൽ എന്ത് തോന്നുന്നോ അതാണ് ഞാൻ ഓപ്പണായിട്ട് പറയാനായിട്ട് ശ്രമിക്കാറ്. അപ്പോൾ എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് നേരിട്ട് പോകാം. അപ്പം അതേപോലെ തന്നെ ലൈവിൻ്റെ റൂമുണ്ട്. അതായത് രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 അല്ലെങ്കിൽ 2:55 തൊട്ട് 3:15 3:30 വരെയും നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി ലൈവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിനകത്താണ് ഓരോ ദിവസത്തെ അല്ലെങ്കിൽ ഓരോ മാസത്തെ ലൈവിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഞാൻ കോളോ ടിപ്പോ ഒന്നും കൊടുക്കുന്നില്ല. ഞാനൊരു വ്യൂ അനലൈസറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട്, അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ലോസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാനത് കണ്ടക്ട് ചെയ്യുന്നത്.
21 പേർക്കാണ് മിനിമം അതിനകത്തൊരു എൻട്രി ഉള്ളൂ. ഓൾറെഡി ആ ഗ്രൂപ്പിൽ ഓൾറെഡി 100 പേര് 102 പേരുണ്ട്. പക്ഷേ ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങുന്ന ലൈവിലേക്ക് 10 പേര് പോലും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ കാണുന്നതൊക്കെ ജോയിൻ ചെയ്യാം, അതൊന്നും വിഷയങ്ങളുള്ള കാര്യങ്ങളല്ല. പക്ഷേ കഷ്ടപ്പെടാൻ തയ്യാറല്ല എന്നാണ് ആ കാണുന്നതിനർത്ഥം. അതായത് എല്ലാവർക്കും കോള്, ടിപ്പ്, കൈ നനയാതെ മീൻ പിടിക്കണം, അതിനുള്ള ഇതൊക്കെ ഉള്ളൂ. എന്നാലും കുറച്ച് നാളത്തേക്ക് കഷ്ടപ്പെടാനോ അതനുസരിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കണോ എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും പൊതുവേ ഇല്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ബുദ്ധിമുട്ടി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മിനിമം ഒരു 6 മാസം തൊട്ട് 1 വർഷം കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം ലൈവിലേക്കൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് 1 മാസം കൊണ്ടൊക്കെ ഞാൻ ലക്ഷപ്രഭു ആവണം, അല്ല എൻ്റെ കടങ്ങളൊക്കെ തീർക്കണം, അങ്ങനത്തെ പകൽ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ ദയവ് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ ലൈവിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ കോൺസെൻട്രേഷൻ കഴിഞ്ഞ് 1.5 വർഷമായിട്ട് 21 പേരേ ഉള്ളൂ, അതുപോലും വരുന്നില്ല. അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന ആളുകളുടെ ആ ഒരു മൈൻഡ് സെറ്റ് വളരെ കുറവാണെന്നാണ് കാണിക്കുന്നത് തന്നെ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് പറ്റട്ടെ. 2 മാസം 3 മാസം കൊണ്ട് ഒരിക്കലും ട്രേഡർ ആവാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും മാത്രമാണ് ഒരു ട്രേഡർ ആവാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള ഉറച്ചായ വിശ്വാസം ഞാൻ നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈവിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സമയം 9:08 മാർക്കറ്റ് 108 പോയിന്റ് 24,943. നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റായ 25,000-ലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാർക്കറ്റ് പോട്ടെ. നമ്മൾ എനിക്ക് തോന്നുന്നത് 1 മാസമായിട്ട് നമ്മൾ ഇങ്ങനെ 25,000 പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ ഏകദേശം ഒരു ഉറപ്പൊക്കെ ഉണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിലൊക്കെ ഏകദേശം ഒരു ഉറപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 108 പോയിന്റ് അപ്പ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് പ്രകാരം നമുക്ക് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 24,849 24,849 പ്ലസ് 108 അതാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 24,957. അപ്പോൾ 25,016 നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ OA വെച്ചിട്ട് നോക്കിയാലും ആ പറഞ്ഞ ഭാഗത്ത് നല്ല രീതിയിൽ കൺസോളേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അവിടെ നിന്ന് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ മാർക്കറ്റ് എവിടം വരെയാണ് കിടക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിടക്കണത് 25,500 പിന്നെ വലിയൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കണം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഒന്ന് കൺസോളേഷൻ ചെയ്താലും 25,000 ബ്രേക്ക് ചെയ്താൽ മാക്സിമം പോകാൻ പോകുന്നത് 25,100 വരെയൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. അല്ലെങ്കിൽ 25,016 നിന്ന് മാർക്കറ്റ് തിരിച്ച് കൺസോൾട്ടേഷന് ശേഷമായിരിക്കും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴത്തോട്ട് വന്നാലും 24,811 വരെയൊക്കെ മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. നമ്മൾ പിന്നെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റ് മുകളിലേക്കേ വരത്തുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. സിയുടെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 24,900-ൻ്റെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. 24,900-ൻ്റെ സിയുടെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. പിയിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000-ൻ്റെ പി സെലക്ട് ചെയ്യാം. 24,900 അതായത് 100 പോയിന്റ് താഴത്തോട്ട് വന്നാൽ 100 പോയിന്റ് ഡൗൺ ആവും. അതുകൊണ്ടാണ് ഞാൻ 25,000-ൻ്റെ പി സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം അത് ആ രീതിയിൽ മാർക്കറ്റിൽ നടക്കട്ടെ. പിയിൽ നെക്സ്റ്റ് മന്തല്ല, കമ്മിങ് വരുന്നത് തന്നെ. ഇപ്പം നിലവിൽ വ്യാഴാഴ്ചത്തേക്കുള്ള സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഇന്ന് പുതിയൊരു മെത്തേഡും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രീനിൻ്റെ പരിമിതി കൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 4 സ്ക്രീൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 30 മിനിറ്റ്, ഒരു 15 മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ്,
ഒരു 2 മിനിറ്റ്. അപ്പോൾ അതിൽ നമുക്ക് RSIയുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടൊക്കെ അറിയാൻ പറ്റും. എല്ലാത്തിലും ഞാൻ 25 100 ഒരു ട്രിഗർ പ്രൈസ് ആക്കി ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലൈവിലുള്ളവർക്കാണെങ്കിലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു സ്ക്രീൻ ഏകദേശം? അതായത് 30 മിനിറ്റിൽ RSI ഇവിടെ ക്രോസ് ഓവറാണ്. പലരും ചോദിക്കുന്നുണ്ട്, അതായത് ഒരു RSI മേളിലോട്ടാകുമ്പോൾ ഒരു RSI താഴത്തോട്ടാണല്ലോ, പിന്നത്തെ RSI മേളിലോട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ 30 മിനിറ്റിൽ RSI ക്രോസ് ഓവറാണ്. ആ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാലും മാർക്കറ്റ് 24,960 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 25,095 വരെയൊക്കെ പോകാം. അതായത് RSI ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് അത് റെഡിലേക്ക് എത്തി റെഡിൻ്റെ അകത്തോട്ട് കയറിയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. അല്ലാതെ ഡൗൺ ആവട്ടെ, ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡിൽ തന്നെയാണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ മെയിൻ ചാർട്ട് നിൽക്കുന്നത് തന്നെ. പിന്നെ രണ്ടാമത്തെ കേസ് 15 മിനിറ്റ്സിൽ മാത്രമാണ് RSI കുറച്ച് താഴത്തേക്ക് നിൽക്കുന്നത്. അതിപ്പോൾ ഇവിടെ നിന്ന് തന്നെ റീക്രോസ് ഓവറായി പൊക്കോളും. രണ്ടാമത്തെ കേസ് 5 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവറിൻ്റെ വക്കിൽ ഹാഫ് പൊസിഷനിൽ നിൽക്കുകയാണ്. രണ്ടാമത്തെ 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴത്തുനിന്ന് RSI ക്രോസ് ഓവറായി മുകളിലോട്ട് ക്രോസ് ഓവർ ആവാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ 30 മിനിറ്റ് RSI അപ്പർ സൈഡാണ്. 2 മിനിറ്റ് താഴത്തുനിന്ന് ഒരു ക്രോസ് ഓവറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. 15 മിനിറ്റ്സിൽ RSI മുകളിലോട്ട് പോയിട്ടില്ല, ഒരു ഹാഫ് പൊസിഷനിൽ ഹാഫ് ക്രോസ് ഓവറിൽ നിൽക്കുകയാണ്. അപ്പോൾ 1 2 3 നമ്മുടെ നോക്കുന്ന ചാർട്ട് വെച്ചിട്ടാണെങ്കിലും ഒരു 75%, അതായത് 25 75% മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പുതിയൊരു ഇതും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊക്കെ ചെയ്യാം. ഞാനൊരു സ്ക്രീനൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് TV-യിലേക്കൊക്കെ കണക്ട് ചെയ്യാം. ഈ ലാപ്ടോപ്പ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് TV-യിലൊക്കെ സെക്കൻഡ് സ്ക്രീനാക്കി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ വഴിക്ക് നിൽക്കട്ടെ. അപ്പോൾ മാർക്കറ്റ് സിയിൽ നമുക്ക് മേളത്തെ മാർക്കറ്റിൻ്റെ ലെവൽ ഒന്ന് നോക്കാം. ഈ 130 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. അതിപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യും എന്തായാലും. 132 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 24,915 ഇവിടെ പ്രൈസൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. ബെല്ലടിക്കാറായിട്ടുണ്ട്. നമ്മൾ അലാറമൊക്കെ വെച്ചിട്ടുണ്ട്. 14 സെക്കൻഡ് കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ഒരു മാസം ഓക്കെ നല്ല രീതിയിൽ അപ്പായിട്ടുണ്ട്. 175 വരെ 25,018 നമ്മൾ 25,000 മാർക്കറ്റിൽ നോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് കാത്തിരുന്ന 25,000 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. $175 മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 181 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഇപ്പോൾ കൺസോൾട്ടേഷൻ സോണാണ് മെയിൻ. ഈ 25,000 എന്ന് പറഞ്ഞത് കൺസോൾട്ടേഷൻ സോണാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് അടുത്തൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആകെ താൽക്കാലികമായിട്ട് കിട്ടാനുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ 175 ബ്രേക്ക് ചെയ്താൽ 182-ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അത് അടുത്ത ക്യാൻഡിലോട് കൂടിയിട്ടായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാവണേ. ദെൻ അത് ടാലി ആക്കുമ്പോഴത്തേക്കും 122 സ്ട്രൈക്ക് താഴത്തോട്ട് വരണം. പിയുടെ സ്ട്രൈക്ക് 124 സപ്പോർട്ട് സോണ്. ഇപ്പോൾ 25,029 മാർക്കറ്റ് നിൽക്കുന്നത്. അത് എന്തായാലും അവിടെ കൺസോൾട്ടേഷൻ ആണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ്. 15 മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട്. അതായത് മേളിൽ റെഡ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതേപോലെ 5 മിനിറ്റിലും ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് മാർക്കറ്റ്. 175 കൂടെ ബ്രേക്ക് ചെയ്യണം, എന്നാലേ ഒരു കൺഫേം ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.
150 താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് CE 150 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഡൗൺ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിയിലിപ്പോൾ കിടക്കുന്ന സ്ട്രൈക്ക് 12,500 ഞാൻ 12,500 പകരം പിന്നെ എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല, അത് തന്നെ മതി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു സപ്പോർട്ട് സോണാണ്. ഈ ഒരു 127 എന്ന് പറഞ്ഞത് ഒരു സപ്പോർട്ട് സോണാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഫസ്റ്റ് റിവേഴ്സ് ഏരിയ ആണ് ഈ 127 എന്നുള്ള പിയുടെ. അത് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 140 മാർക്കറ്റ് എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരേണ്ടതുണ്ട്. ഈ ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ 140, 149 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് അത് ഫെയിലായാൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ അടുത്ത സപ്പോർട്ട് 122 എടുക്കത്തുള്ളൂ. ഇപ്പം ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ആ പിയിലൊരു എൻട്രി കിട്ടിയാലും അത് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻറ്റോ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ആകെ ഒരു പ്രോബിലിറ്റി. അത് 140 ബ്രേക്ക് ചെയ്ത 145 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 149 വരെ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 138 ആയിട്ടുണ്ട്. 139.5 ഒക്കെ പോണത് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡംപ് ആവാം. അതായത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ 140 ബ്രേക്ക് ചെയ്താൽ പിന്നെ 145 പോകേണ്ടി വരും. അപ്പോൾ 139.5, 139.6 ആ ഒരു ലെവലിലേക്കൊക്കെ നിന്നിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. 137 കൺസോൾട്ടേഷൻ സോണാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കാൽപ്പിംഗ് മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുത്ത് മാറുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ എവിടെ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ 2 പോയിന്റ്. ഓക്കെ, 139, 140 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് 140 to 145 ആണ്. 140 ലോവർ വിക്കാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതത്ര വലിയ റെഡൊന്നും അല്ല. താഴത്തോട്ട് വന്നിട്ടാണെങ്കിലും മേളിലോട്ടൊക്കെ കയറി പോകണം. ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ 142 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. 142 ഇനി അടുത്തത് 145 ആണ്. 145 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് 149 പോവുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിയിൽ 150, 148 എന്നുള്ളത് സപ്പോർട്ട് സോണാണ്. ലെഫ്റ്റ് സൈഡ് സിയിൽ 148 എന്നുള്ളത് സപ്പോർട്ട് സോണാണ്. അല്ലാതെ അത് ബ്രേക്ക് ചെയ്തും കൂടെ താഴത്തോട്ട് വന്നാലാണ് 132 അല്ലെങ്കിൽ SMA മാർക്കറ്റ് ഡംപ് ആവത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു 142 എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോവർ ക്യാൻഡലിൻ്റെ ലോവറിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ കയറ്റി വെക്കാം. അപ്പുറത്ത് ടാലി ആവുന്ന നോക്കിയിട്ട് നമുക്ക് ഇപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ 145 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 148 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ ഇവിടെ 145 ആയി. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ലോവിലേക്ക് വന്നാൽ മാർക്കറ്റ് ഈ വയലറ്റ് ലൈനിലേക്കോ SMA സപ്പോർട്ട് എടുക്കാനായിട്ട് വരണം. അവിടുത്തെ ഒരു ബ്ലൂ ലൈൻ നമ്മൾ വരച്ചിട്ടതും കമ്പനി വരച്ചിട്ടതൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. 150 ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 152 ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്പുറത്ത് വരുന്ന അനുസരിച്ചിട്ട് വേണം നമുക്ക് ഇപ്പുറത്ത് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡിലും വയലറ്റ് ലൈനിൻ്റെ ഒരു ടോപ്പ് എക്സ്റ്റൻഷൻ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ 150 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 130 എന്നാണെങ്കിലും 151 21 പോയിൻ്റ് നമ്മൾ ഈ ഒരു മാസം ബേസിക്കായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പോയിൻ്റാണ് 21 പോയിൻ്റ്. അപ്പോൾ ഏകദേശം 21 പോയിൻ്റ് ആയിട്ടുണ്ട്. ഈവൻ ഇല്ലെങ്കിൽ ഒരു 10 പോയിന്റിൽ നിങ്ങൾ കയറ്റി ഇട്ടിട്ട് 15 പോയിൻ്റ് കയറ്റി ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചാലും പ്രശ്നങ്ങളില്ല. ഓക്കെ, 155 ആയിട്ടുണ്ട്. ഏകദേശം 155. ഞാൻ എൻ്റെ പരിപാടി 155 ഒതുക്കി. ഞാൻ ഒരു മാസത്തേക്ക് 21 പോയിൻറ്റ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ടുള്ള ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഇത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെജോറിറ്റി പോകാനുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ 191 ആണ്. അതൊരിക്കലും നമ്മൾ ഒറ്റയടിക്കൊന്നും പോകും എന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷിക്കരുത്. കാരണം സിയിൽ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് സപ്പോർട്ട് എടുത്തു? ഇവിടെ ബ്ലൂ ലൈനിൽ പോയതുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് ഈസി ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ വളരെ സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് 130 to 155 25 പോയിൻറ്റ്സ് ഈസി ആയിട്ട്
അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ട്രേഡിങ് ഇപ്പം എന്നെ സംബന്ധിച്ച് 21 പോയിൻറ്റ്സിൻ്റെ ആ ഒരു കാൽക്കുലേഷനിൽ 9:21 ആയപ്പോൾ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഡിസിപ്ലിൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റാണ്. അതായത് ഇനിയിപ്പോൾ സി ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. അതായത് സി അനുകൂലമായിട്ട് നിന്നപ്പോഴാണ് RSI അനുകൂലമായിട്ട് നിന്നപ്പോഴാണ് പല ആൾക്കാരും ഈ RSI കണ്ടുകൊണ്ട് സി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലോസൊക്കെ ബുക്ക് ചെയ്ത പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗം എന്തായാലും മാർക്കറ്റ് ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ബോധം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ RSI താഴത്തോട്ടാണെങ്കിലും ഓപ്പോസിറ്റ് റിവെഞ്ച് എടുത്തത്. രണ്ടാമത്തെ കേസ് RSI ഇനി ടാലിയായിട്ട് വരണം. ഇനി SMA മുട്ടാതെ മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെൻ്റ് ഇല്ല. കാരണം രണ്ട് ബോട്ടും അറ്റത്ത് നിൽക്കുകയാണ്. ബോട്ട് ജെട്ടി ഇനി ബോട്ടായിട്ട് അടുത്താൽ മാത്രമാണ് മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സിയിൽ എപ്പോഴാണ് ഇനി ഒരു മൂവ്മെൻറ്റ് 160 ബ്രേക്ക് ചെയ്താൽ 164 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 174 182 എന്നാലേ നമുക്കിനി സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്താ ഇനിയിപ്പോൾ 160 ഈ ഭാഗം കൺസോൾട്ടേഷനാണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഇന്ന് വലിയ റൈഡ് താൽക്കാലികമായിട്ട് നോക്കണ്ട. 25,000 എന്നുള്ള റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ സോൺ. അവിടെ കൺസോൾട്ടേഷൻ ആയതിനു ശേഷമായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി പീയിട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് 158 155 ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ ഇത് ഒരു അപ്പാണെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഇതൊരു ഫേക്ക് അപ്പാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ തിരിച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരും. 147 ഗ്യാപ്പ് ഒരു ഫില്ലിങ് കിടപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരും. ഈ റെഡ് ഒരു കൺഫേം ആയിട്ടുള്ള റെഡ് ആവണമെന്നുണ്ടെങ്കിൽ 138 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് 132ലേക്കോ 127ലേക്കോ ഫാൾ ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഈ ഒരു പോയിൻ്റ്. അതായത് ഇതിൻ്റെ ഹൈന്ന് ഈ ലോവും കൂടെ ബ്രേക്ക് ചെയ്ത് വരണം. അല്ലാതെ ഈ ഗ്രീൻ ഒരു ബ്രേക്ക് ഔട്ട് ആണെന്നും പറഞ്ഞ് നമ്മൾ ചാടിക്കയറി ഇരുന്നിട്ട് കാര്യമില്ല. 1-2 ക്യാൻഡിലും കൂടെ ഫോം ആവണം. ഇതൊരിക്കലും ഒരു ബ്രേക്ക് ഔട്ട് അല്ല. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 145 ബ്രേക്ക് ചെയ്താൽ ഇതിൻ്റെ ലോ എത്രയാ? 46. 1-2 പോയിൻ്റ് ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അപ്പുറത്ത് ബ്രേക്ക് ഔട്ട് ആണെന്നും പറഞ്ഞ് ചാടി കയറിയിട്ട് ഒരു കാര്യമില്ല. 138 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ്. എന്നാലും ഒരു 136 കിടപ്പുണ്ട്. 138 136 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാതെ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അതും കൂടെ ബ്രേക്ക് ചെയ്ത് ഇത് താഴത്തോട്ട് വന്നാൽ പിന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. 186ലേക്കൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, കൺഫേം ചെയ്യണം. ഇപ്പോൾ ബ്രേക്ക് ഔട്ടിൽ നമ്മളൊരു എൻട്രി എടുത്താലും അത് കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെക്കണം. ബ്രേക്ക് ഔട്ടിൽ എടുക്കാതിരിക്കുക എന്നുള്ളതല്ല. അത് കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈനും കൂടെ താഴത്തോട്ട് പോന്നാൽ അത് കൺഫേം ആവാൻ പറ്റത്തുള്ളൂ. ഇതും കൂടെ പോന്നാൽ ഈ ഒരു ബ്ലൂ ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈസി ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് വരും. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവും, സിയിലേക്ക് റിവേഴ്സ് ആവും. ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും നിൽക്കുന്നത് 161. 6 പോയിൻ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റോ ഒക്കെ ഇട്ട് വെക്കണം. ഇത് മുട്ടും, മഞ്ഞലായി മുട്ടണം. അത് മുട്ടാതിരിക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടേ മാർക്കറ്റിൽ അടുത്ത ഡയറക്ഷനേ ഉള്ളൂ. ഓക്കെ, ആ ബ്രേക്ക് ഔട്ട് ഏകദേശമൊക്കെ താഴത്തെ 132 എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. അതും കൂടെ ബ്രേക്ക് ചെയ്താൽ 128ലേക്ക് ഫാളാവും.
ഒരു സ്പേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് ഏകദേശം കൺഫേം ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഇവിടെ റിജക്ഷൻ തന്നെ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. ഇതിപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെച്ചേക്കുക. ഏത് സമയത്തും സാധനം തിരിച്ചിങ്ങോട്ട് വരണം. ഈ ഒരു മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്ത നമ്മുടെ 32 ഞാനൊരു ലൈൻ വരച്ചിട്ട് അത് പ്രശ്നമാണ്. ഓക്കെ, 128. നൂറ്റി 55 10 പോയിൻ്റ് മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ അതിലൊരു 5 പോയിന്റിൽ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുക. മാക്സിമം ലോക്ക് ചെയ്യണം. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ഏത് നിമിഷവും മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ടേ പിന്നെ പോകത്തുള്ളൂ. അപ്പോൾ എവിടെ നമ്മൾ എൻട്രി എടുത്താലും മാർക്കറ്റ് കയറ്റി വെക്കണം. $141 ആണ് ആദ്യത്തെ റിജക്ഷൻ ഏരിയ. സിയുടെ റിജക്ഷൻ ഏരിയ 141 ആണ്. ആ 141 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ അത് സസ്റ്റെയിൻ ചെയ്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഒരു തവണ കൂടെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് പിയിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 170 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 182ലേക്ക് മാർക്കറ്റ് മൂവ് ആവും. അതിപ്പോൾ കറക്റ്റായിട്ടൊരു റെസിസ്റ്റൻറ്റിൽ നിൽക്കുകയാണ്. അതായത് 185 182 ലെവലിലേക്ക് എപ്പോൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ പോകത്തുള്ളൂ. ഇവിടെ 140 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോകത്തുള്ളൂ. ഇവിടെ 140 എന്നുള്ള ലെവലിലേക്ക് അതൊരു ട്രിഗർ പ്രൈസ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് ഇവിടെ നിന്ന് 134 10 ഒരു 7 പോയിന്റ് ഇവിടെ ഈസി ആയിട്ട് കിട്ടും. കിട്ടായികയൊന്നുമില്ല. എന്തായാലും ഇങ്ങോട്ടൊരു വലിവുണ്ട്, അത് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ SMA മുട്ടട്ടെ. ഈ മഞ്ഞ ലൈൻ ബോട്ട് ജെട്ടി രണ്ടും അടുത്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവണം. അപ്പോൾ ആരെങ്കിലും 155 ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ട് ഒരു എടുത്തിട്ടുണ്ടെങ്കിലും 155 എന്നുള്ളതൊരു 150 ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള ചാൻസ് ഉണ്ട്. ഡോജി ക്യാൻഡിലാണ്. RSI ഇവിടെ തിരിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 180ലേക്കും ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ടും മാർക്കറ്റ് ഫാളാവും. ആ ഫാള് 147 വരെ വരും. 147 വരെ വന്നു കഴിഞ്ഞാൽ ഇത് 140 ബ്രേക്ക് ചെയ്താൽ 146 വരെ പോകും. ഇവിടെ ഈ ഗ്യാപ്പ് ഉള്ള കാരണം എന്തായാലും അങ്ങോട്ടൊരു മാഗ്നറ്റിക് പവർ സീലുണ്ട്. അത് SMA മുട്ടിയിട്ടാണോ അതിന് മുമ്പേ വന്ന് ഫില്ല് ചെയ്തിട്ടാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിനി നോക്കേണ്ടതുള്ളൂ. സിയിലിപ്പോൾ 155 എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു 10 പോയിന്റ് അതിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 10 പോയിന്റ് കിട്ടിയിട്ട് ഇറങ്ങാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിന്റോ കയറ്റിയിടുക. മാർക്കറ്റ് ഒരു ഫാള് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ച് വേണം നിൽക്കാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം ഇവിടെ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ട് പിയിൽ, ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൾസർ ഇരിക്കുന്ന, അതായത് 147 ഭാഗത്തേക്ക് കറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പിയിൽ ഇപ്പോൾ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന. അതായത് ഈ പിയിൽ ഈ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്ത ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് 180ലേക്ക് പോണേ പറന്ന്. അതായത് മാർക്കറ്റ് ഓർഡർ എടുക്കലൊന്നും നടക്കുകയില്ല. ഫാസ്റ്റായിട്ടൊരു ഒറ്റ ക്യാൻഡലിലായിരിക്കും അടിച്ച് പൊക്കത്ത് കയറി പോണേ. പോട്ടെ, 175 ഒറ്റ പോക്കാണ് പോയത്. എന്നാലും മഞ്ഞലായി മുട്ടിയില്ല, എന്നാലും ഒറ്റ പോക്കിലാണ് ഒരു ബ്രേക്കൗട്ട് കിട്ടിയത്. അവിടെ എന്താ ഉണ്ടായേ?
ഓ, ആ ഗ്രീനൊന്നും അത്ര വലിയൊരു ഗ്രീനല്ല, കറങ്ങിത്തിരിഞ്ഞൊക്കെ വരണം എന്തായാലും. ബ്രേക്കൗട്ട് കിട്ടി, പക്ഷെ അത് അത്ര ഫാസ്റ്റായിട്ട് പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ലക്ഷ്യം മുഴുവൻ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. ഞാൻ അതിനു വേണ്ടി മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, സിയുടെ ക്യാൻഡിൽ എത്ര കോൺസെൻട്രേഷൻ ചെയ്താലും, അല്ല പിയുടെ ക്യാൻഡിൽ എത്ര കോൺസെൻട്രേഷൻ ചെയ്താലും മാർക്കറ്റ് കയറ്റി 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 ഇട്ടേക്കണം. എന്തായാലും സിയിലേക്കൊരു വലിവ് നല്ല രീതിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് ഏകദേശം അറിയാം. നമ്മൾ ആദ്യമേ വരച്ചു വെച്ച ആ ഒരു ബ്ലൂ ലൈനിൻ്റെ അടുത്ത് തന്നെയാണ് മൈനസിലേക്ക്, അതായത് 50 മിനിറ്റ്സിൽ മാർക്കറ്റ് മൈനസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് പോകുന്ന അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് പോരും. $177 പോന്നവര് വേണ്ട വേണ്ട 177 ഒന്നും കൂടെ ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. ആ മഞ്ഞ ലൈനൊന്നും മുട്ടട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പുറത്ത് യെല്ലോ ലൈൻ മുട്ടിയിട്ടുണ്ട്, ആ ഒരു ഡമ്പിൽ യെല്ലോ ലൈൻ മുട്ടിയിട്ടുണ്ട്. ഇനി സ്പീയിൽ യെല്ലോ ലൈനും കൂടെ മുട്ടാനുണ്ട്, അതും കൂടെ മുട്ടിയിട്ടായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് എന്തായാലും വരത്തുള്ളൂ. രണ്ട് ബോട്ട് ചെട്ടിയും അടുത്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഇപ്പം നിൽക്കുന്ന 175 ബ്രേക്ക് ചെയ്ത 188 അല്ല 178, അവിടെ നിന്നും ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 185ലേക്കായിരിക്കും മാർക്കറ്റ് പോണേ. അപ്പോൾ ഇവിടെ എന്താ ഗ്യാപ്പ് ഫില്ലിങ് നടക്കും. എവിടെയാ? ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, 122ലേക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നടക്കില്ലെന്ന് നമുക്ക് നോക്കിയിട്ട് അടുത്ത ഡയറക്ഷനിലേക്ക് പോവാം. വളരെ ക്ലിയർ കട്ടായിട്ടാണ് ഇന്നത്തെ വ്യൂ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അത്യാവശ്യം കുറച്ച്, നമ്മൾ 21 ആണെങ്കിലും കുറച്ച് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്താലും വലിയ വിഷയങ്ങളില്ലല്ലോ. ആ മഞ്ഞലായി മുട്ടു എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് എന്നും ഒരു ടാർഗറ്റ് പ്രൈസ് തന്നെയാണ്. 178. ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ ഇനി 26 സെക്കൻഡ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഈ ക്യാൻഡിൽ 178 ടച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ ആ SMA എന്നുള്ളത് ആ ലൈൻ ഒന്നും കൂടെ താഴത്തോട്ട് വന്ന് 175 നിൽക്കും. ആ SMAക്ക് ചെറിയൊരു വളവ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അതും കൂടെ കഴിയട്ടെ. മഞ്ഞലായി മുട്ടാതെ നമുക്ക് അടുത്ത ഒരു മൂവ്മെൻറ്റിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ഒരു മാസീവ് മൂവ്മെൻറ്റ് പിയിലേക്ക് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് രണ്ടും കൂടെ ടാലി ആവാനായിട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു വൺ സൈഡ് മാർക്കറ്റ് മാത്രം അല്ലെങ്കിൽ സിയും ബിയും നോക്കിയിട്ട് കാര്യങ്ങളില്ല. നമ്മൾ ടാലി ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഏകദേശം മാർക്കറ്റിൽ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. 177ലേക്ക്, അതായത് 178 എന്നുള്ളത് 177ലേക്ക് വന്നിട്ടുണ്ട്. RSI ഇപ്പം നിലവിൽ ഇടവഴിയിൽ നിന്ന് ഒരു ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ ഹൈവേയിലേക്ക് കയറുകയും മാർക്കറ്റ് 175 ബ്രേക്ക് ചെയ്താൽ ഒരു ഒറ്റയടിക്കായിരിക്കും 185ലേക്ക് പോണേ. അങ്ങനെ 185ലേക്ക് പോയാൽ കോസ്റ്റ് ടു കോസ്റ്റോ നമുക്ക് ഒരു പോയിൻ്റോ ഒക്കെ കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിയിൽ എന്താണ് അവസ്ഥ? സിയിൽ എവിടെ ബ്രേക്ക് ചെയ്യണം? 137 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി സിയിലുള്ളൂ. നമ്മൾ സാധാരണ എടുക്കുന്നൊരു തീരുമാനമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി, അപ്പോൾ നമ്മൾ 130 നിന്നൊരു എൻട്രി എടുത്താൽ നമുക്കൊന്നെങ്കിൽ 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കാം, ഒന്നെങ്കിൽ അത് 21 പോയിന്റിൽ വന്നിട്ട് അവിടെ അടിച്ചിട്ട് പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞലായി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് സന്തോഷത്തോടു കൂടി
പിരിയാനാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ഈ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. എവിടെ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റ് ഇടണം. കാരണം ഞാൻ ഇത് വലുതായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. എൻ്റെ ഫോക്കസ് മുഴുവൻ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. അത് അത്ര കൺഫേം ആയിട്ടുള്ള ഒരു എൻട്രിയാണ്. ഈ ഒരു ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കൺഫേം ആയിട്ട് മാക്സിമം ലോഡ് സൈസൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. ഒരു പോയിൻ്റ് എങ്കിൽ ഒരു പോയിൻ്റ്, അല്ല 2 പോയിൻ്റ് എങ്കിൽ 2 പോയിൻ്റ്. 150% ഉറപ്പുള്ള ട്രേഡുകളാണെങ്കിൽ നമുക്ക് അവിടെ വന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് അവിടെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് എപ്പോഴാണ് വരണേ? ഈ മഞ്ഞ ലൈനും കൂടെ ടാലി ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഒരു മൂവ്മെൻറ്റ് എന്തായാലും വരുന്നത്. എവിടെ വരാം? 155 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 140 15 പോയിൻറ്റിൻ്റെ ആ ഒരു മൈനസാണ് ഇപ്പുറത്ത് നമുക്ക് 40 നിന്ന് 46 വരെ കിട്ടും. ഇപ്പോൾ 2 തീരുമാനമുള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 21 പോയിൻറ്റിൽ ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 155. അപ്പോൾ 130 നിന്ന് 155, അപ്പോൾ ഒരു 25 പോയിൻറ്റിൽ ലോക്ക് ചെയ്ത് വെക്കുക. 25 പോയിൻറ്റിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് 2 തീരുമാനമുള്ളൂ. ഒന്നെങ്കിൽ എൻ്റെത് 25 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അടിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് 175. ഇത് രണ്ടിൽ വേറൊരു തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകിട്ടാകുമ്പോൾ അതൊരു 100 പോയിൻറ്റ് കിട്ടാം, ചിലപ്പോൾ ഒരു 200 പോയിൻറ്റ് കിട്ടാം. നമ്മൾ 21 ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി അങ്ങ് ഇരിക്കുക. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിലും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്, 21 പോയിൻറ്റ് ലോക്ക് ചെയ്ത് വെക്ക്, അതിനുശേഷം മാർക്കറ്റ് ട്രെയിൽ ചെയ്ത് അങ്ങ് പോയാൽ മതി, ഒരു പ്രശ്നങ്ങളും ഇല്ല. ആ മഞ്ഞ ലൈൻ മുട്ടാതെ മാർക്കറ്റിൽ ഇനി അടുത്ത മൂവ്മെൻ്റ് ഇല്ല. അതുവരെ ഹോൾഡ് ചെയ്യുമോ, ഒന്നെങ്കിൽ 21 പോയിൻ്റ് അടിച്ച് പൊക്കോട്ടെ, 21 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ 174. ഇപ്പോഴാണ് മഞ്ഞ ലൈനിലും മുട്ടിയത്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് പറ്റി? ഇപ്പുറത്ത് ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ടുണ്ട്, നോക്കിയേ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത സമയത്ത് 123 അവിടുത്തെ ലിമിറ്റ് ഓർഡർ. ആ 123 ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത അറ്റ് എ ടൈമിൽ ഇപ്പുറത്ത് മഞ്ഞ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 122.90 121 7 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു പോയിൻറ്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്ത് അങ്ങ് നിർത്തിയേക്കുക. അത് കയറിപ്പോയാൽ ഗ്യാപ്പ് ഫില്ലിങ്, അതർവൈസ് ഇത് താഴത്തോട്ട് പോയാൽ കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസോ. ആ 1 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് പിന്നെ എവിടെ കിട്ടാനാണ് പോസിബിലിറ്റി ഉള്ളത്? 180 ബ്രേക്ക് ചെയ്താൽ 185. ഇത് കോസ്റ്റ് ടു കോസ്റ്റ്. ഇവിടെ നിന്നുള്ള ആദ്യത്തെ ഒരു വലിവ് അതൊരു കോസ്റ്റ് ടു കോസ്റ്റിൽ പോയി. പിന്നെ ഇപ്പോൾ വണ്ടി ഹൈവേയിലേക്ക് കയറുന്നുണ്ട്. ഹൈവേയിലേക്ക് കയറുന്നത് കാരണമാണ് ഇവിടെ എന്താ 1 പോയിൻറ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടേച്ചത്. കയറിയോ? അത്ര ബ്രേക്ക് ഔട്ടായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ 1 പോയിൻറ്റ് പോയെങ്കിലും നമുക്ക് വിഷയമില്ല. അതിൽ കൂടുതൽ ഇപ്പുറത്തെ ചെറിയൊരു സ്കാൽപ്പിങ്ങിൽ കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇവിടെ SMA മുട്ടിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് റിജക്ഷനിൽ ഇവിടെ ഒരു 5-8 പോയിൻറ്റ് ഇവിടെ കിട്ടും. അങ്ങനെ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ട് ട്രേഡ് എടുക്കാം. എത്ര സമയമായി? 38 മിനിറ്റ്. നമ്മൾ സാധാരണ 40 മിനിറ്റിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളത് നമ്മുടെ ലൈവൊക്കെ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയി, ഇവിടെ SMA മുട്ടി, ഇവിടെ റിവേഴ്സിൽ 1 പോയിൻ്റ് എടുത്തിട്ടുള്ളൂ. ആ റിവേഴ്സ് വലിവുണ്ടായപ്പോൾ 1 പോയിൻ്റ് എടുത്തിട്ടുള്ളൂ. ഇനിയും മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ഞാനിനി കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ 137 ബ്രേക്ക് ചെയ്താൽ ഈ ഒരു 146 കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്മാറുകയാണ്. 21 കൂടെ കുറച്ചും കൂടെ കിട്ടി നമ്മുടെ ടാർഗറ്റ് ഒത്ത്. നമ്മൾ ചാർട്ടിന് വാക്ക് കൊടുത്തിട്ടുണ്ട് 21 ദിവസം 21 പോയിൻ്റ് എടുത്തിട്ട് മാറിക്കോളാം. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും ഇനി പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ മൂവ്മെൻറ്റ് ഒന്നും കൂടെ ഒന്ന് എക്സ്പാൻഷൻ ചെയ്താൽ 180. ഒരു സ്ഥലത്തും മാന്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് എൻട്രി ഇവിടെ കിട്ടിയത്. 180 2 ട്രേഡിലായിട്ട്.
ഇതൊരു മോർണിംഗ് സ്റ്റാർ ആവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇനി നോക്കിയാൽ മതി. എൻ്റെ പിയിലൊന്നും എൻ്റെ കോൺസെൻട്രേഷൻ ഇല്ല. എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ ഒരു ഗ്യാപ്പാണ്. അത് 150% ഉറപ്പുള്ള ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിലേക്ക് എന്തായാലും മാർക്കറ്റ് ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതങ്ങ് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഗ്യാപ്പാണ്? ഒരു പോയിൻ്റ് ഗ്യാപ്പിൽ കിട്ടത്തുള്ളൂ. എന്നാലും നമുക്ക് അതിൻ്റെ ഏകദേശമൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ടൊക്കെ അച്ചീവ് ചെയ്തെടുക്കാം. എന്തായാലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാക്സിമം നിങ്ങൾ ലൈവ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓഗസ്റ്റിൻ്റെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇന്നും നാളെയൊക്കെ എനിക്ക് മെസ്സേജസ് അയക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രൂപ്പൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നു. എൻ്റെ ഇപ്പോൾ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് റീ എൻട്രി ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വിഷയമൊന്നുമില്ല. നമ്മളുടെ ആ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ 147 എന്നുള്ളത്. അതും കൂടെ എത്തുവാണെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് വ്യൂവിൽ ഒരു റിജക്ഷൻ പോയിൻ്റാണ് 138. ആ 138 അതും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണം. അപ്പോൾ ഒരു 136 135 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചാലും കുഴപ്പമില്ല. 143 ഇപ്പോൾ റൈറ്റ് സൈഡിൽ 149 റിജക്ഷൻ എടുത്തിട്ട് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കി നമ്മൾ കയറ്റി വെക്കണം. ആ ഏരിയ ആദ്യത്തെ റെസ്പെക്റ്റാണ്. റൈറ്റ് സൈഡിൽ 149 ആദ്യത്തെ റെസ്പെക്റ്റാണ്. അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവിടെ നിന്ന് ഒരു തിരിച്ചൊരു റിവേഴ്സൽ 155 ഇട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആദ്യത്തെ റിജക്ഷൻ 155. അപ്പോൾ നമ്മൾ ഡബിൾ ചാർട്ട് ഇടുന്നതിൻ്റെ ആ ഒരു റീസൺ അതാണ്. എന്ന് വെച്ചാൽ പോകാതിരിക്കുകയല്ല. അപ്പോൾ അത് റിജക്ഷനാണ്. ഹയർ വിക്ക് വന്നിട്ടില്ല. അത് വീണ്ടും 162 ഇട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത്. അപ്പോൾ നമ്മൾ ആ ചാർട്ട് ഇട്ടിട്ട് നമ്മൾ കയറ്റി മാക്സിമം വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അപ്പോൾ അതിൽ എത്ര പോയിൻ്റ് കിട്ടും? ഇത് നേരെ താഴത്തോട്ട് വന്നു, ഇവിടെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു. ആ ഹിറ്റ് ചെയ്ത സമയത്ത് 2 റീസൺ ഉണ്ട്. അതായത് ഇവിടുത്തെ 149 സപ്പോർട്ട് സോണാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് സപ്പോർട്ട് സോൺ. അതാണ് മാക്സിമം കയറ്റി നമ്മൾ വെക്കേണ്ടത്. ഈ യെല്ലോ ലൈനിൻ്റെ ചോട്ടിലാണ് നമ്മൾ കയറ്റി വെക്കാനായിട്ട് പറഞ്ഞത് 135. അപ്പോൾ ഇവിടെ നിന്നുള്ള ആദ്യത്തെ മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. പോകില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റെഡ് വന്നെന്ന് പറഞ്ഞിട്ട് പോകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകണം. അതായത് 149 ബ്രേക്ക് ചെയ്ത് എഗെയിൻ താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് വീണ്ടും ഫാളാവത്തുള്ളൂ. ഇവിടെ പലരും എടുത്തിട്ട് ഹോൾഡ് ചെയ്യും. ആ മേടിച്ചെടുത്തോട്ട് തന്നെ മാർക്കറ്റ് വരും. അപ്പോൾ അത് നമുക്ക് കയറി ഇറങ്ങി ഈസി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് റിജക്ഷൻ ആയത്? അതായത് ഇപ്പോൾ പല ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പലരും എന്നെ നേരത്തെ സ്ഥിരം കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ഡയലോഗുണ്ട്. ഇത് 8 വല പോലെ ഉണ്ടല്ലോ, ഇത് ചിലന്തി വലയാണെന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇടുന്നതിൻ്റെ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടായിട്ട് ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലാണ് ഇവിടെ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടിപ്പ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ബോട്ടത്തിലാണ് അത് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് പോയപ്പോഴേ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് കയറ്റി വെച്ചോ, ഈ യെല്ലോ ലൈനിൻ്റെ ബോട്ടത്തിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചോ. കാരണം 149 ഭാഗത്തൊരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഒരു വൈറ്റ് ഡോട്ട് കൂടെ ഉണ്ട്. ഇന്ന് മെജോറിറ്റി മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരിക്കും. 5-10 പോയിൻ്റൊക്കെ എടുത്തിട്ട് ക്യുമുലേറ്റീവ് ചെയ്ത് കൂട്ടിയാൽ മതി. അപ്പോൾ മാർക്കറ്റ് എന്താ ഇവിടെ നിന്നുള്ള 125 നിന്ന് 141 വരെ, 141 35 സ്റ്റോപ്പ് ലോസ് ചെയ്താലും 10 പോയിൻ്റ്. ഇവിടെ നിന്ന് റിജക്ഷൻ, കറക്റ്റ് റിജക്ഷൻ. ഇപ്പം 150 നിന്ന് എടുത്താലും 23 പോയിൻ്റ്. ഇത് 175 ബ്രേക്ക് ചെയ്താൽ ഇനി പോകാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ്. അതായത് ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ കിടപ്പുണ്ട്. വീണ്ടും 175 വന്ന് സ്ട്രഗിൾ ചെയ്ത്. അപ്പോൾ ഇവിടെ എന്തായി? 120 വന്ന് സ്ട്രഗിൾ ചെയ്ത്. ഈ 120 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ഇതിൻ്റെ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്താൽ 185 ഈ ഭാഗത്തേക്ക്. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അതാണ് ഇങ്ങനെ പമ്മി നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ്
30 മിനിറ്റിൽ RSI ക്രോസ് ഓവർ, 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ, 5 മിനിറ്റിൽ SMA ടച്ച് ചെയ്തിട്ടില്ല, 15 മിനിറ്റ്സിൽ SMA ടച്ച് ചെയ്തിട്ടില്ല, 30 മിനിറ്റിൽ ടച്ച് ചെയ്തിട്ടില്ല, 2 മിനിറ്റിൽ മാത്രമാണ് RSI, അതും ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. 4 ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. പറയുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം കിളി പോയി കാണും, ഞാനിത് എന്തൊക്കെയാണ് പറയണേ. ആസെ ഒരു ലൈവ് കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒരു അപ്പിലേക്ക് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. 150 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ 128 120 കേട്ടോ. ഈ ഒരു 150 ബ്രേക്ക് ചെയ്ത് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. ഇവിടെ 136 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സിയിൽ 146 വരെ പോകത്തുള്ളൂ. ഈ 136 ബ്രേക്ക് ചെയ്താൽ 146ലേക്കും പിയിൽ 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 185ലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ഒരു പോയിന്റോ കയറ്റി വെക്കണം. അതിനുശേഷം ഇതായപ്പോൾ ഇവിടെ ഡബിൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു സപ്പോർട്ട് എടുത്തു, രണ്ടാമത്തെ സപ്പോർട്ട് എടുത്തു. ഇപ്പോഴും മാർക്കറ്റ് നമ്മുടെ എടുത്ത എൻട്രി എന്നുള്ള 21 പോയിന്റിൻ്റെ ഏകദേശം അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അതായത് അവിടെ വേറൊരു ട്രിക്ക് നമുക്ക്, എത്ര മണിയായി, 46 മിനിറ്റ്, 1 മണിക്കൂറിൽ നിർത്തണം. അവിടെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ പോയിന്റ് എപ്പോഴും 21 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ 130 നിന്ന് എടുത്തു, നമ്മൾ 2 ട്രേഡിലായിട്ട് 180 കൊടുത്തു, എന്നിട്ട് 155 എന്നുള്ളത് ഒരു 151ലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു 145 ഇട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30ഉം 20 പോയിന്റ് അവിടെ ഉണ്ട്, ബാക്കി കിട്ടിയ പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു 150ലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇപ്പം മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട്, അതായത് 2 മിനിറ്റിൽ മാർക്കറ്റ് ഒരു താഴത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിലും ഇവിടെ വീണ്ടും ഒരു മടക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഒരു തീരുമാനത്തിലെത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ 120ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടാണ്. അപ്പോൾ 122 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 120ലേക്ക് ഡൗൺ ആവും. കാരണം ഇവിടെ ഗ്രീൻ ലൈൻ ഒരു എക്സ്പാൻഷൻ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ ഇനി താങ്ങാനായിട്ട് താഴത്തുണ്ട്, അപ്പോൾ നിങ്ങൾ താഴത്തോട്ട് പോരെ എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഞാനവിടെ ബ്ലൂ ലൈനും വരച്ചിട്ടുണ്ട്, അത് മാറ്റാം. ബ്ലൂ ലൈൻ നമ്മൾ എപ്പോൾ വരച്ചിട്ടോ അവിടെ തട്ടി റിവേഴ്സ് ആവും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ ലിമിറ്റ് ഓർഡറൊക്കെ ഇടാൻ പറ്റിയ സാഹചര്യങ്ങളാണ് ഇനി വരുന്നത്. കാരണം ഇത്രയും കൺസോൾട്ടേഷൻ നമ്മൾ രാവിലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. 25,000 എന്ന് പറഞ്ഞുള്ള ലെവല് വളരെ 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 കൺസോൾട്ടേഷൻ ആയിട്ടുള്ളൊരു സോണാണ്. ഇപ്പോൾ 15 മിനിറ്റ്സിൽ RSI താഴത്തോട്ട് വന്നു, നോക്കിയേ. ആ 15 മിനിറ്റ്സിൽ RSI താഴത്തോട്ട് വന്ന് കർവാവുന്ന സമയത്ത് അത്രയും നേരം അവിടെ കൺസോൾട്ടേഷനാണ്. ഈ യെല്ലോ ലൈൻ മുകളിലേക്ക് വരുന്നത് വരെ ഒന്നെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സഡൻ ഫാൾ. അതായത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പവർ കൂടുതൽ ആർക്കാണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. അതായത് ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലാണ് ക്യാൻഡിലിനാണോ റെസ്പെക്റ്റ് കൂടുതൽ, അല്ലെങ്കിൽ ഈ യെല്ലോ ലൈനാണോ റെസ്പെക്റ്റ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ നോക്കിയേ, RSI താഴത്തോട്ട് 2 മിനിറ്റിന് നിൽക്കുന്ന അത്രയും സമയം കൺസോൾട്ടേഷനാണ്. നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷൻ എന്തായാലും പ്രതീക്ഷിച്ചതാണ് രാവിലെ, കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൽ. അപ്പോൾ ചിലപ്പോൾ ഗ്രീൻ ലൈൻ പറയും എനിക്ക് താഴത്തോട്ട് വരാനായിട്ട് പറ്റില്ല, നീ എൻ്റെ അടുത്തോട്ട് വായോ, ഞാനെനിക്ക് ഇത്തിരി തലക്കനമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ കൺസോൾട്ടേഷൻ ആണെന്ന്. നേരെ മറിച്ച് യെല്ലോ ലൈൻ പറയുകയാണ് നീ താഴത്തോട്ട് വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഒറ്റയടിക്ക് താഴത്തോട്ട് ഫാളാവും. അതൊക്കെ നമ്മൾ ഒരിക്കലും അതൊക്കെ നമുക്ക് സിലബസിൽ പഠിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ തിയറി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും പഠിക്കണം. ഇനി ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ സിംഗിൾ ക്യാൻഡിലൊക്കെ 10ഉം 20ഉം പോയിൻ്റൊക്കെ മാർക്കറ്റിൽ മൂവ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ RSI 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. എന്നാലും
180 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റും എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞതാട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടി ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് ഓപ്പൺ ചെയ്ത് പിടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അത് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഇന്ന് നടന്നില്ല, അതായത് മാർക്കറ്റ് അടുത്തൊരു ഡയറക്ഷനിലേക്ക് അടുത്തൊരു മാസം മൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ മാർക്കറ്റിന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ആവാത്തത്? ഈ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾ ഈ ഒരു ഗ്യാപ്പിൽ പെട്ട് കിടപ്പുണ്ട്. അതായത് സിയുടെ കുറച്ച് കൂട്ടുകാർ ഈ ഒരു ഗ്യാപ്പിൽ പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവരെ ഉപേക്ഷിച്ച് പോകണോ അതോ തിരിച്ചു കൊണ്ടുപോകണോ എന്നുള്ള ആലോചനയിൽ ഇപ്പോൾ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തീരുമാനം നമുക്ക് 10:09 ഒരു 10:15 കൂടി നമുക്കതിൻ്റെ ഒരു തീരുമാനം അറിയാൻ പറ്റും. ഇവരെ ഉപേക്ഷിച്ചിട്ട് പോവുമോ അത് ഇവരെ കൊണ്ടുപോകാനായിട്ട് വരുമോ എന്നുള്ള കാര്യം. ഇവർക്ക് ഇവരെ കൊണ്ടുപോകാതെ പോകാനും പറ്റത്തില്ല. ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്യാനുണ്ടെങ്കിൽ ബ്രേക്കൗട്ട് ആയിട്ടില്ല, കൺഫേം ആയിട്ടില്ല. ഈ ബ്രേക്കൗട്ടൊന്നും ഒരിക്കലും കൺഫേം ആയിട്ടുള്ള ബ്രേക്കൗട്ടല്ല. ഈ 180 കൂടെ ബ്രേക്ക് ചെയ്തിട്ട് ഒരുമിച്ച് പോന്നാൽ മാത്രമാണ് അതൊരു കൺഫേം ബ്രേക്കൗട്ട് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ടാലി ആവണം. ഇപ്പോൾ ഇതൊരു പിൻബാറാണ്, പിന്നെ അവിടെ നമുക്ക് RSI വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഫാൾസ് ബ്രേക്കൗട്ട് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അത് നമുക്ക് ഈ ഒരു മാസമായിട്ടാണ് ഞാൻ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഈ 2 ചാർട്ട് വെച്ചിട്ട് അത് സ്ഥിരം കണ്ട് വന്നപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് ആയി, പക്ഷെ ഇവിടെ ബ്രേക്കൗട്ട് ആയിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇതൊരു പിൻബാർ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നുള്ള റിവേഴ്സ് സൈനാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ആവണം. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 136, ഡെഫിനറ്റ്ലി 136 ആണ്. നേരെ മറിച്ച് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്താൽ അത് അതായത് 121, ഒരു 115, 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അത് താഴത്തോട്ട് ഹണ്ട് ചെയ്താൽ ആ സ്റ്റോപ്പ് ലോസ് 180 മുതൽ 186 വരെ ഈസി ആയിട്ട് കിട്ടും അടുത്ത ക്യാൻഡിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തു, 115, 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. എൻ്റെ ടാർഗറ്റ് 146. നേരെ മറിച്ച് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ 180 മുതൽ 186 വരെ എടുത്തുകൊണ്ട് ആ പരിപാടി അങ്ങ് പര്യവസാനിപ്പിക്കും. അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 185 വരെ വരും. ഇതാണ് ഫൈനലി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വ്യൂ. അപ്പോൾ ഏകദേശം ഇവിടെ 105 ഭാഗത്തേക്ക് ഏകദേശം വന്നു. ഇവിടെ ഓൾമോസ്റ്റ് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വരക്കുന്ന ലൈൻ ഏകദേശം ഒരു ലൈനാണ്, വലിയ കൃത്യമായിട്ടുള്ള ലൈനൊന്നും ആയിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ ലൈൻ അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ചെറിയൊരു വര കൂടെ ഉണ്ടായിരുന്നു. അത് പ്രൈസ് ലൈൻ വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തു, 6 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്. 6 പോയിൻ്റ് താഴത്തോട്ട് ഫാൾ ആവുകയാണെങ്കിൽ നമ്മൾ 180, 85 മാക്സിമം പോയി കഴിഞ്ഞാൽ 199 വരെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ധൈര്യത്തോടു കൂടി, പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ പറഞ്ഞത് ഇനിയുള്ള സമയത്ത് ലിമിറ്റ് ഓർഡറേ പറ്റത്തുള്ളൂ. അടുത്ത വരാൻ പോകുന്ന 2-3 ക്യാൻഡിലിനുള്ളിൽ 10:15 വരുന്ന ക്യാൻഡിൽ, അതായത് 10:15 കൂടി വരുന്ന ക്യാൻഡിലിന് ഹൈ മൂവ്മെൻ്റ് ആയിരിക്കും. സിംഗിൾ ക്യാൻഡിൽ തന്നെ ഹൈ വോളിയം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10:17 10:15 ക്യാൻഡിൽ, 10:13 10:15 കൂടിയിട്ടുള്ള ക്യാൻഡിലിൽ 80 മുതൽ 90 എത്ര വരെ പോയിട്ടുണ്ട്, ഹൈ പോയേക്കണത് 97. 17 പോയിൻ്റാണ് ഈ സിംഗിൾ ക്യാൻഡിൽ പോയത്. ഈ സിംഗിൾ ക്യാൻഡിൽ 17 ക്യാൻഡിൽ അല്ലെങ്കിൽ 17 പോയിൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു കേസുണ്ട്, 180 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് 180 വേണമെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. അങ്ങനെ ഇട്ട് വെച്ചാലും മാർക്കറ്റ് ഇപ്പോൾ 17 പോയിൻ്റാണ്. ആ 17 പോയിൻ്റിൽ 6 പോയിൻ്റ് ഇപ്പുറത്ത് പോയാലും ബാക്കി 11 പോയിൻ്റാണ് നമുക്ക് പ്രോഫിറ്റബിളായി കിട്ടിയത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ട്രേഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 199.40 എന്നുള്ള ആ ഒരു ലെവല്
നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നൊരു ലെവലാണ്. ആ ലെവലിലേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റ് ചാർട്ട് നമുക്ക് തന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ചെറിയൊരു സങ്കടത്തിലാണ്. അപ്പോൾ ചാർട്ട് അതും കൂടെ തരുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഒരു ഉറപ്പിൻ്റെ ബലത്തിൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ആ മൂവ്മെൻറ്റ് കറക്റ്റ് ഇതേ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. അവിടെ ഹിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചു. അവിടെ 10 പോയിൻ്റ് കിട്ടി. ദെൻ നമ്മളിവിടെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ നമ്മളിവിടെ ഓൾറെഡി ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് എൻട്രി എടുത്തത്. അത് 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു. ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇപ്പുറത്ത് സ്റ്റോപ്പ് ലോസിന് പകരം അതിൻ്റെ ഇടക്ക് നമ്മൾ പ്രോഫിറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു ആസ് എ ട്രേഡർ എന്നുള്ള രീതിയിൽ നമ്മളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എൻട്രി എടുക്കുക. ആ എൻട്രി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് പ്ലാൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ അപ്പുറത്ത് എടുത്തു വെക്കണം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. പക്ഷെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ശരിയാവുകയോ തെറ്റാവുകയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അതിന് വേണ്ടിയിട്ട് എൻട്രി എടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ തോൽവി സമ്മതിച്ച് നമ്മളിവിടെ ബലം പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ പൈസയാണ് പോണത്. അപ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു പിൻബാർ വന്നു. ഇതൊരു സപ്പോർട്ടിങ് സോണാണ്. 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു. അവിടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചു. അപ്പോൾ എന്താ ഗുണമുണ്ടായേ? ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുവാണെങ്കിൽ ഈ മാർക്കറ്റ് ഇന്ന ഏരിയ മുതൽ ഇന്ന ഏരിയ വരെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് നമ്മൾ പ്രോഫിറ്റാക്കി എടുത്തു എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയും മാർക്കറ്റ് ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇനിയും എടുക്കും. 145 വരെ നമുക്ക് ഉണ്ട്. അത് ഇവിടെ നിന്ന് എടുത്തിട്ട് ആ ലോസ് ഇവിടം വരെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഫില്ല് ഗ്യാപ്പ് എടുക്കാമെന്ന് പറഞ്ഞതിൽ അതിൽ നമ്മളൊരിക്കലും അത് നല്ലൊരു ട്രേഡറുടെ ഇതല്ല. നമ്മൾ അങ്ങോട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് വരുമ്പോൾ അത് പ്രോഫിറ്റ് എടുക്കാം. അത് ഇവിടെ നിന്ന് കയറാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പിൻബാർ വന്നു, അല്ലെങ്കിൽ ഈ ഒരു 115 ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് കയറാം. 119 നിൽക്കുന്നത്. 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു എൻട്രി എടുത്തു. എൻ്റെ ടാർഗറ്റ് ഇവിടെ നിന്ന് എൻ്റെ ടാർഗറ്റ് 140. നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യാം. ഇവിടുത്തെ ടാർഗറ്റ് എൻ്റെ ടാർഗറ്റ് 146. അപ്പോൾ ഇവിടെ എത്ര പോയിൻ്റാണ്? ഇപ്പോൾ 118 നിൽക്കുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് 114. ഇതിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ടുള്ള വിഷൻ ഇപ്പോഴും ഉണ്ട്. അതിന് വേണ്ടി ഞാൻ വീണ്ടും ഇവിടെ അറ്റംപ്റ്റ് നടത്തി. ഈ അറ്റംപ്റ്റ് ഫെയിലായി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? 185 എഗെയിൻ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് 199 ഇട്ട് ഞാൻ വീണ്ടും എടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാനൊരു പ്ലാൻ ബി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് 4 പോയിൻ്റാണ്. ഇവിടെ 185 ബ്രേക്ക് ചെയ്താൽ വേണമെങ്കിൽ എനിക്കൊരു 190 ഇട്ട് എടുത്തിട്ട് ഇപ്പുറത്ത് പോയ സ്റ്റോപ്പ് ലോസ് മാത്രം ഇപ്പുറത്ത് എടുത്തുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യുന്ന എക്സിറ്റ് ആവാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിന് തന്നെ മിലിറ്ററിക്കാർ ആ സ്കൂബ ഡൈവ് വന്നപ്പോഴത്തേക്ക് അവർ ഒരു പ്ലാൻ മാത്രമായിട്ടല്ല വന്നത്. എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു, ഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. ഞാനിവിടെ എൻട്രി എടുത്തു. 118 എൻട്രി എടുത്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് 4-5 പോയിൻ്റ്. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 185 ബ്രേക്ക് ചെയ്താൽ ഞാൻ വീണ്ടും 199 ഇവിടെ എടുക്കും. അപ്പോൾ ഈ ലോസ് ഞാൻ ഇപ്പുറത്ത് പ്രോഫിറ്റാക്കി എടുക്കും. അത്രേ ഉള്ളൂ. എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എൻട്രി എടുത്തു. എത്രയിലെടുത്തു? 118 എൻട്രി എടുത്തു. ഇവിടെ 18 പോയിൻ്റ് എനിക്ക് കിട്ടി. 10 പോയിൻ്റ് എനിക്ക് കിട്ടി. വേണമെങ്കിൽ എനിക്ക് 118 ഒരു 122 123 എനിക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. ഒരു 4 പോയിൻ്റ് അവിടെ നിന്ന് കിട്ടും. 122ൻ്റെ ഭാഗത്തേക്ക് ക്യാൻഡിൽ വന്നാൽ എക്സിറ്റ് ആവാന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ കയറ്റി വെക്കാം. അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് കയറ്റി വെക്കാം. അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് ആവാം. 10 പോയിൻ്റ് ഇത് മതി. എന്നെ സംബന്ധിച്ച് 10 ലോട്ടാണെങ്കിൽ ഈ ഇവിടെ നിന്നുള്ള എൻട്രി. കാരണം എനിക്കിവിടെ പേടിയില്ല. കാരണം എനിക്കിവിടെ നിന്ന് 118 എൻട്രി എടുത്തു കഴിഞ്ഞാൽ 118 10 28 10 പോയിൻ്റ് എനിക്ക് പേടിയില്ല. കാരണം എന്താ? ഞാൻ കയറ്റി വെച്ചിരിക്കുന്ന 122ലേക്കാണ്. പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് ലോസായി പോയി കഴിഞ്ഞാൽ
ആ പോകുന്ന സ്റ്റോപ്പ് ലോസ് എനിക്ക് ഇപ്പുറത്ത് പിടിക്കാൻ ഉള്ള കോൺഫിഡൻറ്റ് എനിക്ക് ഉണ്ട്. ആ ധൈര്യം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ലോസ് വരില്ല, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നല്ലതായിട്ടൊരു എൻട്രി കിട്ടിയാൽ 10 പോയിൻ്റ് എടുക്കുക, എവരി ട്രേഡും കോസ്റ്റ് ടു കോസ്റ്റ് ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഈവൻ ഒരു 21 പോയിൻ്റ് കിട്ടിയ 5000 രൂപ കൊണ്ട് വീട്ടിൽ പോവുക. അടുത്ത മാസം ആകുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ 1,00,000 രൂപ കയ്യിലാക്കുക. ദാറ്റ്സ് ഓൾ. ഈ റെഡൊക്കെ ഒരു റെഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു റെഡല്ല. ചിലപ്പോൾ ഇവിടെ 115 വന്നിട്ട് അതിനേക്കാൾ വേഗത്തിൽ സാധനം തിരിച്ച് മുകളിലോട്ട് പോവാം. സ്റ്റിൽ RSI ഒരു ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. 2 മിനിറ്റിൻ്റെ RSI ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആവാം. അപ്പോൾ അതിൽ ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊന്നും റെഡായിട്ടൊന്നും, ഇപ്പം എൻ്റെ മൈൻഡിൽ ഇതൊന്നും ഒരു റെഡായിട്ടൊന്നും ഞാൻ പരിഗണിക്കില്ല. ഇത് ആ മുകളിലോട്ട് പോകുന്നു, താൽക്കാലികമായിട്ട് റെഡ് ഉണ്ടാവുന്നു. 115 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പിന്നെ 105 ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ അത് ട്രെയിൽ ചെയ്ത് ഇപ്പോൾ 120 ട്രെയിൽ ചെയ്ത് വെച്ചാൽ അത് പ്രോഫിറ്റാണ്. നമ്മൾ 118 കയറി വീണ്ടും മാർക്കറ്റ് അവിടം വരെ എത്തി. അപ്പോൾ 5-10 പോയിന്റ് കയറിയിട്ടാണ് താഴത്തോട്ട് വന്നതെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്, RSIയിൽ ഒരു ചെറിയ ഡൈവർജൻസ് വരുന്നുണ്ട്. അത് 127 പോയിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ 121.20 121.20 ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊരു റെഡാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ വന്നതിനേക്കാളും വേഗത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. കാരണം RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഒരു മടക്ക് വന്നിട്ടുള്ളൂ. ഇത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ട് വന്നേക്കണ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണിത്. വന്നതിനേക്കാളും വേഗത്തിൽ. ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ എക്സിറ്റായി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് കാണുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് എടുത്ത ആൾക്കാരുണ്ടാവും. അതൊന്നും റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു മാനദണ്ഡം ഒന്നും ആവുന്നില്ല, അല്ലെങ്കിൽ അത് മൈനസ് ആവുന്നില്ല. അതിൻ്റെ ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് സി സൈഡിലേക്ക് തന്നെയാണ്. ഇത് ഈ വന്നതിനേക്കാളും ഇരട്ടി വേഗത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ശരിക്കും ഇതിൻ്റെ എൻട്രി നമ്മൾ ചാർട്ട് നോക്കുന്ന സമയത്ത് ഈ RSIയുടെ ചാർട്ട് ഇവിടെ കിട്ടിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് 115 എൻട്രി എടുക്കേണ്ടതാണ്. 115 എൻട്രി എടുത്തിട്ട് 15ഉം 10ഉം 25 29 14 പോയിന്റ് കിട്ടേണ്ടതാണ്. ഇപ്പം ഇപ്പോഴും ഇവിടെ ഒരു മടക്ക് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇതൊരു ട്രാപ്പാണോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 115 താഴത്തോട്ട് വന്ന ഫാളാണ്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഉറപ്പിച്ചൊന്നും പറയാറായിട്ടില്ല.
അപ്പോൾ നമ്മൾ ആ കേസ് നമുക്ക് പിന്നീട് നോക്കാം. നമ്മൾ ഈ ഒരു ട്രേഡിൻ്റെ എക്സിക്യൂഷൻ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ 18ൽ നിന്ന് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ചത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻട്രി കുറച്ചും കൂടെ വൈകിപ്പോയി എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും 115 നിന്നായിരുന്നു അതിൻ്റെ എൻട്രി. അപ്പോൾ ഇത് ഒരിക്കലും ഞാനിതൊന്നും ഒരു റെഡായിട്ടൊന്നും കാണുന്നില്ല. ഇങ്ങനത്തെ പല സന്ദർഭങ്ങൾ വന്നിട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഈ RSI തിരിച്ച് ക്രോസ് ഓവർ ആയിട്ടുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ക്യാൻഡിലിൻ്റെ ലോ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കുറച്ച് പോയിന്റുകൾ കിട്ടി, നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ലോ കീപ്പ് ചെയ്യുകയാണെങ്കിൽ 115ൽ നിന്ന് ഒരു അറ്റംപ്റ്റും കൂടെ നടത്താം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ 115ൽ നിന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് മുകളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം. നേരെ മറിച്ച് 115ൽ നിന്ന് താഴത്തോട്ട് വന്നാൽ 105ലേക്കായിരിക്കും ഫാളാവുന്നത്. അപ്പോൾ 105ലേക്ക് ഫാളായി കഴിഞ്ഞാൽ പോകാൻ പോകുന്നത് ഈ 15 പോയിന്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ ആ 15 പോയിന്റ് ഇവിടെ 185ൽ നിന്ന് വീണ്ടും 197 എടുക്കാം. അടുത്ത ക്യാൻഡിൽ അടുത്തൊരു അപ്ലൈയും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഈ ഒരു ക്യാൻഡിലിന് ഹയർ വിക്ക് വന്നിട്ടില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിൽ ലോവിലേക്ക് 18, 17, വലിയ കുഴപ്പമില്ല, ഒരു അറ്റംപ്റ്റ് നടത്താം. അതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. ഈ ക്യാൻഡിൽ ലോവിലേക്ക് ചെറുതായിട്ട് ഓക്കെ 115. ഇപ്പോൾ 115 എൻട്രി ഇപ്പോൾ നിൽക്കുന്നത് 117ലാണ്. അതൊരു 3 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുക. ദെൻ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ 185ൽ നിന്ന് 3 പോയിന്റ് മേളിലോട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് അത് ടാലിയാക്കാം. അതെങ്ങനെ വർക്കൗട്ട് ആവും നമുക്ക് നോക്കാം. ഇവിടെ RSI കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, വെറുതെ ലൈൻ മാത്രം വെച്ചിട്ടുള്ള പരിപാടിയാണ് നടത്തുന്നത്. 115 എൻട്രി, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു 3 പോയിന്റോ 4 പോയിന്റോ. അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ, അതായത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ആ 4 പോയിന്റ് നമുക്ക് പിയിൽ 185 മുതൽ 189 വരെ 4 പോയിന്റ് എടുക്കുക, മാറുക. അതിന് മുകളിലോട്ട് ഹൈ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 4 പോയിന്റ് കയറ്റി വെച്ചിട്ട് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ 115 എന്നുള്ള എൻട്രിയിൽ ഇപ്പോഴും 3 പോയിന്റാണ് നിൽക്കുന്നത്. കാരണം അതിൻ്റെ ഹയർ വിക്ക് വരാത്തതുകൊണ്ടും ആ ക്യാൻഡിലിൻ്റെ സ്വഭാവം നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് 115 റീ എൻട്രി എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു. 115 റീ എൻട്രി എടുത്തു. 115ൽ നിന്ന് ഇപ്പോൾ 3 പോയിന്റാണ് നിൽക്കുന്നത്. 3 പോയിന്റ് കിട്ടിയാലും അതൊക്കെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റുകളാണ്. ലോട്ട് സൈസ് കൂട്ടിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ന്യായമായിട്ടുള്ള പ്രോഫിറ്റുകളാണ്. അപ്പോൾ അതൊരു 3 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹിറ്റ് ചെയ്താൽ 185 to 199 പിയിൽ എടുക്കാൻ പറ്റും. ഞാനിവിടെ RSIയോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് ലൈൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. 115 എൻട്രി ഇപ്പം 5 പോയിന്റ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അഞ്ച് പോയിന്റ് വളരെ ഈസി ആയിട്ട് കിട്ടി. കാരണം ഇവിടെ ടെൻഷനില്ല. ഇവിടെ ലോസ് ആയാലും അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കാനുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രി പ്രൈസ് എപ്പോഴും പക്കയായിരിക്കണം. എൻട്രി പ്രൈസ് എപ്പോഴും പക്കയായി കഴിഞ്ഞാൽ അപ്പോൾ അത് 5 പോയിന്റ് SMAയിൽ മുട്ടിയതുകൊണ്ടാണ് അവിടെ നിന്ന് റിജക്ഷൻ ആവുന്നത്. അപ്പോൾ അവിടെ 5 പോയിന്റ് വേണമെങ്കിൽ 5 പോയിന്റ് മതി. ഇങ്ങനെ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 4 ട്രേഡ് ഒരു ദിവസം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതിന് ക്ഷമയോടുകൂടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈവൻ 115 എടുത്ത എൻട്രി 1 പോയിന്റ് കയറ്റി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ 146. ഇപ്പോൾ ഒരു ടിപ്പിലാണ് ഇടിച്ച് നിൽക്കുന്നത്. ഈ ടിപ്പും കൂടെ ആദ്യം ഇപ്പോൾ ഒരു തവണ ഇവിടെ വന്ന് ഇടിച്ചു. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് തവണ ഈ ഒരു വൈറ്റ് ഡോട്ട് ടാലിയായിട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ സാധനം പറന്നായിരിക്കും 146ലേക്ക് പോകണേ. ഇപ്പോൾ നമ്മൾ 115 എൻട്രി എടുത്തു. എത്ര വരെ പോയി? 15ഉം 10ഉം 25ഉം 3ഉം 28, 13 പോയിന്റ്. ഈ 13 പോയിന്റ് മതി. ഒരു പോയിന്റ് പോലും സ്റ്റോപ്പ് ലോസ് പോവാതെയാണ്
മാർക്കറ്റ് 115 നിന്ന് 133 വരെ പോയത്. 13 പോയിന്റ് എന്ന് പറയുമ്പോൾ 10 ലോട്ട് വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ 2500 2650 രൂപയെ 2 ദിവസം എടുക്കുന്ന പണിക്കാശാണ് കിട്ടിയത്. എനിക്ക് എൻ്റെ ഒരു എൻട്രി പ്രൈസ് 115ആണ്. എൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 146ആണ്. ഇനി ഞാൻ എടുത്തത് 115-ലായതുകൊണ്ട് എനിക്ക് 122-ൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 7 പോയിന്റ് ഇപ്പോഴും എനിക്ക് പ്രോഫിറ്റാണ്. ഇവിടെ ഒരു നീല ലൈൻ ഉണ്ടാവും, ഒന്ന് മാറ്റട്ടെ. ഞാൻ ലൈൻ ഇട്ടാൽ അത് ബ്രേക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കയറേണ്ട അടുത്ത് നിന്ന് കയറിക്കഴിഞ്ഞാൽ എത്തേണ്ട അടുത്ത് മാർക്കറ്റ് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് ട്രെയിൽ ചെയ്ത് ലാഭമുള്ള രീതിയിൽ പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറേണ്ട അടുത്ത് കയറണം. നമ്മൾ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് എടുത്ത എൻട്രിയാണ് 115. രാവിലെ തൊട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു ഡ്രീം പ്രൊജക്റ്റാണ് 146. അപ്പോൾ അവിടെ എന്തായാലും ഇപ്പോൾ ഒരു 140-ന് മാർക്കറ്റ് റിജക്ഷനാണ്. ഞാൻ 140 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പറന്ന് 146-ലേക്ക് പോകത്തുള്ളൂ. 146-ൽ മുട്ടുന്നു, ആ ടൈമിൽ നമ്മൾ ലൈവ് എക്സിറ്റ് ചെയ്യുന്നു. അതെന്താണ്? അത് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നോളജല്ല, 1.5 വർഷം കൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത നോളജാണ്. അപ്പോൾ നമുക്ക് ഒരു തീരുമാനമുള്ളൂ. ആ തീരുമാനത്തിൽ നമ്മൾ ഈ ഒരു ലൈൻ വരച്ച് വെച്ച് ഇവിടെ ആളെ ഉപേക്ഷിച്ചിട്ട് പോണ പരിപാടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ എൻ്റെ കൂടെ സിങ്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്വഭാവം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ. ഒരു ചാർട്ടിൽ ഒരു ഗ്യാപ്പിൽ ആളെ ഇട്ടിട്ട് അതിന് ഉപേക്ഷിച്ച് പോകുന്ന സ്വഭാവം മാർക്കറ്റിനും ഇല്ല. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ, നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചു, 5 ലക്ഷം രൂപ കൊടുത്ത് ട്രേഡിങ് പഠിച്ചു, 10 ലക്ഷം രൂപ കൊടുത്ത് ട്രേഡിങ് പഠിച്ചു എന്നുള്ളതൊന്നും അല്ല പഠിത്തം. നമ്മളിതിൽ കണ്ടും കേട്ടും മനസ്സിലാക്കി കൊണ്ടും കൊടുത്തും പഠിക്കുന്നതാണ് നമ്മുടെ പഠിത്തം. അപ്പോൾ എൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസാണ് ഞാൻ നോക്കി വെച്ചത്. ഇനിയിപ്പോൾ 140-ലേക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 140-ൽ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ മെജോറിറ്റി പോർഷൻ കൊടുക്കുക, ദെൻ 140-ൽ ട്രെയിൽ ചെയ്ത് വെക്കാം. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഓൾമോസ്റ്റ് 146 ടാർഗറ്റ് ഡണ്ണായി. അത് ഇനി മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകണം? 182 വരെ മാർക്കറ്റ് പോകും. അപ്പോൾ 140-ൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ 115-ൽ നിന്ന് ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ 146-ലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കുക. 146-ലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കുക. ബാക്കി ചെറിയ ലോട്ട് സൈസ് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് പോയാൽ മുട്ടാനുള്ള സ്പേസ് 167-ഓ 175-ഓ മാത്രമേ ഉള്ളൂ. ആയിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റിൽ RSI ഓൾറെഡി മുകളിലോട്ട് കയറി, 2 മിനിറ്റിലും RSI റീക്രോസ് ഓവറായി നമ്മുടെ ഫ്യൂച്ചറിൻ്റെ മെയിൻ ചാർട്ട് പ്രകാരം. അപ്പോൾ ഇതിൻ്റെ ലോവിലേക്ക് വേണമെങ്കിൽ കയറ്റി വെക്കാം. ഒരു 150-ലേക്ക് വേണമെങ്കിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇനിയുള്ള പ്രോഫിറ്റ് കിട്ടുന്നത് ഓരോ പോയിൻറ്റും ബോണസാണ്. ഇനി കിട്ടുന്ന ഓരോ പോയിൻറ്റും നമുക്ക് ബോണസാണ്. ഈ സ്ട്രെങ്ത് ഇപ്പോൾ ഹൈവേയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്, ആ മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ 166. മാക്സിമം കയറ്റി വെക്കുക. ഇനി കയറ്റി വെക്കാനുള്ള ഒരു ഏരിയ 150 ഭാഗത്തേക്കൊക്കെ കയറ്റി വെക്കാം. കാരണം ഇനി കിട്ടുന്ന ഓരോ പോയിൻറ്റും നമുക്ക് ബോണസാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇറങ്ങാം, കയറ്റി വെക്കാം. കാരണം അവിടെ ഒരു റിജക്ഷൻ പോയിൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒന്ന് സ്ട്രഗിൾ ആവുന്നത്. എനിവേ 150 ലോക്ക് ചെയ്യാം. കാരണം ആ ടിപ്പ് ഇപ്പം നിൽക്കുന്ന ലെവല് ഒരു സ്ട്രഗിൾ ചെയ്യാനുള്ള ഏരിയ ഉള്ളതാണ്. അവിടെ കയറ്റി വെച്ചാലും പ്രശ്നങ്ങളില്ല.
155 കയറ്റി വെച്ചാലും വിഷയമില്ല. 155 ഒരു പോയിന്റ് താഴത്തേക്ക് വന്ന ഹിറ്റാണ്. പിന്നെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റുമായി. നമ്മൾ 155 ഇറങ്ങിയത്. അപ്പോൾ 115 മുതൽ 155 വരെ ടാർഗറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടീച്ചർ. ഇംഗ്ലീഷൊന്നും നിങ്ങൾ നോക്കണ്ട, ഡയലോഗ് ഒന്നും നോക്കണ്ട. എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ടീച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് തന്നെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തിരുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ലൈവിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ട്രേഡർ ആവാം, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരാഴ്ച കൊണ്ട് ട്രേഡർ ആവാം എന്ന് ചിന്തിച്ചുകൊണ്ട് മാക്സിമം ലൈവിലേക്കോ അല്ലെങ്കിൽ പഠിക്കാനോ വരാൻ ശ്രമിക്കാതിരിക്കുക. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള സമയങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ക്ഷമയോടുകൂടി പഠിച്ച് മുമ്പോട്ട് പോയി എക്സ്പീരിയൻസ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിച്ചെടുക്കാൻ 110% കോൺഫിഡൻറ്റോടു കൂടി മാനസികമായിട്ട് തയ്യാറെടുത്തവർ മാത്രം വിളിക്കാനോ ലൈവിലേക്കോ വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഞാനൊന്ന് ഓർപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം. ലൈവിലേക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും മിനിമം ഒരു 6 മാസമെങ്കിലും നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുള്ളവർ മാത്രം അതിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.